ഇന്ന് ലിജോ വർഗീസാണ് പ്രസ് സ്റ്റോപ്പിൽ എനിക്കൊപ്പം ഉള്ളത്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സേതു ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വാർത്തയാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് എല്ലാ പത്രങ്ങളിലും വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം തൊട്ട് അല്ലെങ്കിൽ ഓരോ പത്രങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വാർത്തകൾ വിന്യസിച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ മാതൃഭൂമി പത്രത്തിൽ ഇന്ന് ഒന്നാം പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയിലെ ട്രംപിന് ഉണ്ടായ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടാണ്. വമ്പിന് മേൽ ഇടിത്തീരുവ എന്നാണ് അതിന് ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത്. ട്രംപിന് മേൽ ഇടിത്തി എന്നത് തന്നെ ഹെഡ്ലൈനിൽ തന്നെ വളരെ രസകരമായി വമ്പിന് മേൽ ഇടിത്തീരുവ എന്നാണ്. ട്രംപിൻ്റെ തീരുവ നിയമവിരുദ്ധമെന്ന് US സുപ്രീം കോടതി പറഞ്ഞ വാർത്തയാണ്. ഏകപക്ഷീയമായ തീരുവ പ്രഹരത്തിലൂടെ ഫെഡറൽ നിയമം ലംഘിക്കുന്നുവെന്ന് കോടതി. വിധിക്ക് പിന്നാലെ എല്ലാ രാജ്യങ്ങൾക്കും 10% തീരുവ പ്രഖ്യാപിച്ച ട്രംപ്. വിധി അപമാനകരമെന്ന് ട്രംപ്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഗുണമുള്ള ഒരു കാര്യം കൂടിയാണ്. ആ കാര്യങ്ങളെല്ലാം ചേർത്താണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ആ വാർത്തയുള്ളത്. കേരള കൗമുദിയിലും ആ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നു. ട്രംപിൻ്റെ പകരച്ചുങ്കം തൂത്തെറിഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യക്ക് ആശ്വാസം. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതിക്ക് 27% പകര തീരുവയാണ് തുടക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. അത് ഇപ്പോൾ കുറയാൻ പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ 25% ആയി കുറച്ച്, പിന്നെ പിഴത്തീരുവ അടക്കം അത് 50% അങ്ങനെ ഇപ്പോൾ വ്യാപാര കരാറുണ്ടാകുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഗുണകരമായൊരു കാര്യമാണെന്ന് കേരള കൗമുദിയിൽ ഇന്ന് ഒന്നാമത്തെ പേജിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനോരമ ഇന്ന് 3 ഹെഡ്ലൈനുകൾ അത് വളരെ രസകരമായി കൊടുത്തുകൊണ്ടാണ് ഈ വാർത്തകളെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൽ മനോരമ ഇന്ന് ഏറ്റവും വലിയ ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത് പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തൽ നീക്കം ഹൈക്കോടതി തടഞ്ഞു. ഇടക്കാല ഉത്തരവ് ചീഫ് സെക്രട്ടറി തുടർച്ചയായി വിശദീകരണം നൽകാത്തതിനാലാണ് 5 വർഷവും സമാനമായ നീക്കമുണ്ടായി എന്ന് പറയുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തും സമാനമായി സ്ഥിരപ്പെടുത്തൽ നീക്കം ഹൈക്കോടതി തടഞ്ഞിരുന്നു. നീണ്ട നിയമയുദ്ധത്തിന് ശേഷവും സർക്കാരിന് ഈ നടപടി പൂർത്തിയാക്കാനായില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ പിൻവാതിൽ ക്ലോസ്ഡ് എന്നൊരു വാർത്ത കൊടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ട്രംപ് തീരുവ കോടതി വെട്ടി എന്നുള്ള വാർത്ത റിജക്റ്റഡ് എന്നൊരു വാർത്ത ഹെഡ്ലൈനായി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്ന വാർത്ത, അത് ഇപ്പോൾ നമ്മൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത, വയറ്റിൽ കത്രിക വീഴ്ച സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് ഡോക്ടറും നഴ്സും സസ്പെൻഡഡ് എന്ന ഹെഡ്ലൈനും കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത കുറേ കൂടി ഹെഡ്ലൈനിൽ തന്നെ കുറേ കൂടി രൂക്ഷമായ ഭാഷയിൽ ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാതൃഭൂമിയാണ്. ആരോഗ്യരംഗം ആടി ഉലയുകയാണ് സർ എന്നാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. വയറ്റിൽ കത്രികയുമായി 5 വർഷം, ശസ്ത്രക്രിയ നടത്തിയത് 9 അംഗ സംഘം, പ്രതി കോവിഡ് എന്ന്, അതായത് കോവിഡിനെ പരാമർശിച്ചുകൊണ്ട് ഇന്നലെ അവിടെ നിന്ന് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ പറഞ്ഞതിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പ്രതി കോവിഡ് എന്ന് പറയുന്നു. വീഴ്ച സംബന്ധിച്ച് അധികൃതർ, ഡോക്ടർക്ക് സസ്പെൻഷൻ എന്നുള്ള കാര്യമെല്ലാം ചേർത്തുകൊണ്ടാണ് മാതൃഭൂമിയിൽ ആ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ തന്നെ ആ വാർത്തയുണ്ട്. വീക്ഷണം അത് അവർ പൊളിറ്റിക്കലി തന്നെ അതിനെ ആ വാർത്തയെ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കത്രിക പൂട്ടിൽ ജീവൻ, വീണ വായിച്ച സിസ്റ്റം, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും 5 ആണ്ട് ഉഷ അനുഭവിച്ചത് പ്രാണവേദന, 50 കൊല്ലം കത്രിക വയറ്റിലിരുന്നാലും പ്രശ്നമില്ലെന്ന് ഡോക്ടറുടെ പരിഹാസം, അങ്ങനെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് വീക്ഷണത്തിൽ ആ വാർത്ത ഒന്നാം പേജിൽ ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു വാർത്ത ഇന്ന് മെട്രോ വാർത്തയിലുണ്ട്. അത് ഇങ്ങനെയാണ്: ഇന്ന് ലോക മാതൃഭാഷാ ദിനം. രക്ഷയില്ലാതെ മാതൃഭാഷാ സംരക്ഷണ ബിൽ. നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാതെ ഗവർണർ എന്നുള്ള വാർത്ത ഉണ്ട്. കേരള നിയമസഭ 2025 ഒക്ടോബർ 9 പാസാക്കിയ 2025 മലയാള ഭാഷാ ബില്ലിന് മാതൃഭാഷാ ദിനമെത്തുമ്പോഴും ഗവർണറുടെ അനുമതിയില്ല. ബിൽ കന്നഡ ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ മാതൃഭാഷയെ പരിരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും പരിശ്രമങ്ങൾ നടത്തുന്നു. ഒക്ടോബർ 9 പാസാക്കിയ ബില്ല് വ്യക്തമായ ഭാഷാ ആസൂത്രണം ലക്ഷ്യമിട്ട് നടത്തിയ നയാവിഷ്കാരമായിരുന്നു. ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ന്യൂനപക്ഷ ഭാഷകൾക്ക് ദോഷകരമായി ഒന്നും തന്നെ പുതിയ ബില്ലിലില്ല എന്ന് ഡോക്ടർ നന്ദകുമാർ ഐക്യമലയാള വേദി കൺവീനർ പറഞ്ഞ വാർത്ത കൂടി ചേർത്താണ് മെട്രോ വാർത്തയിൽ ഇന്ന്. മറ്റു പത്രങ്ങളിൽ ആ വാർത്ത കണ്ടില്ല. മെട്രോ വാർത്തയിൽ ആ വാർത്ത നമുക്ക് കാണാൻ കഴിയും. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ മറ്റൊരു വാർത്തയാണ്. അത് SIR-മായി ബന്ധപ്പെട്ടാണ്. അന്തിമ പട്ടികയിൽ 2,69,00,000 വോട്ടർമാർ. SIR-ൽ 25 ലക്ഷം പേർ പുറത്ത്. 24 ലക്ഷം വോട്ടർമാർ വിവിധ ഘട്ടങ്ങളിലായി പുറത്തായി. 15,64,000 പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു. അന്തിമ പട്ടിക ശനിയാഴ്ച ഔദ്യോഗികമായി ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന നിലയിൽ നൽകിയിരിക്കുന്നത്.
അതിനുശേഷം മാധ്യമത്തിലേക്ക് വന്നാൽ അത് ബംഗാൾ SIR-മായി ബന്ധപ്പെട്ടാണ്. ബംഗാൾ SIR-ന് ജഡ്ജിമാരാണ് കമ്മീഷനും ബംഗാൾ സർക്കാരും തമ്മിൽ വിശ്വാസക്കുറവ്, അസാധാരണ ഉത്തരവുമായി സുപ്രീം കോടതി എന്നുള്ളതാണ്. അസാധാരണ നടപടിയിൽ പശ്ചിമ ബംഗാളിലെ SIR പ്രക്രിയയ്ക്ക് സിറ്റിംഗ് റിട്ടയർഡ് ജഡ്ജിമാരെ നിയമിച്ച് സുപ്രീം കോടതി ഉത്തരവ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന സർക്കാർ എന്നീ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കിടയിൽ ദൗർഭാഗ്യകരമായ രീതിയിൽ വിശ്വാസക്കുറവുണ്ടായ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിന് മറ്റൊരു വഴി ഇല്ലാത്തതിനാലാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മാധ്യമത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായത് ഒന്നാം പേജിൽ നമുക്ക് കാണാൻ കഴിയും.